നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ജിത്തു മാധവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ആവേശം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. ആവേശം എന്ന പേരിൽ ജയൻ്റെ ഒരു സിനിമയുണ്ട്. ഇവിടെ ഈ സിനിമയിലെ നായകനാകുന്നത് ഫഹദ് ഫാസിലാണ്. ഒരു വില്ലൻ കഥാപാത്രമാണ് നായകനായിട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു ഗുണ്ട നേതാവാണ് നായകനായിട്ട് എത്തുന്നത്. ഫഹദ് ഫാസിലാണ് രംഗൻ എന്ന രഞ്ജിത്ത് ഗംഗാധരനെ അവതരിപ്പിക്കുന്നത്. രംഗണ്ണൻ എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ അഭിസംബോധന ചെയ്യുന്നു അദ്ദേഹത്തെ. 3 പേർ, ജിത്തുവും അജുവും ബിബിയും ശാന്തനും, 3 മലയാളി കുട്ടികൾ, ആൺകുട്ടികൾ ബാംഗ്ലൂരിൽ എൻജിനീയറിംഗ് ഡിഗ്രി പൂർത്തിയാക്കാനായിട്ട് എത്തുകയാണ്. അവിടെ അവരെ സ്വീകരിക്കുന്നത് കുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടി നേതാവാണ്. അവരുടെ സീനിയറായിട്ടുള്ള കുട്ടിയും സംഘവും ചേർന്ന്, ആ ഗ്യാങ് ചേർന്ന് ഇവരെ റാഗ് ചെയ്യുകയാണ്, അതിക്രൂരമായി റാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു പ്രതികാരം ചെയ്യണം എന്ന് അജുവിന് തോന്നുകയാണ്. അവരപ്പോൾ ആ കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്നും മാറി പുറത്ത് വേറൊരു ഹോസ്റ്റലിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവരങ്ങനെ ബാറുകൾ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ഒരു ഗുണ്ടാ നേതാവിനെ കിട്ടുകയാണെങ്കിൽ അയാൾക്ക് കുറച്ച് പണം കൊടുത്ത് ഈ കുട്ടിക്ക് എതിരെ കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ അവർ നിരാശരായി മടങ്ങുന്നതിന് മുൻപാണ് ബാത്റൂമിൽ വെച്ച് കുട്ടികളിൽ ഒരുവനെ സിഗരറ്റിൻ്റെ തീ ചോദിച്ചുകൊണ്ട്, ലാമ്പ് ചോദിച്ചുകൊണ്ട് ഗംഗ എന്ന ഈ ഫഹദ് ഫാസിലിൻ്റെ ഗുണ്ടാ കഥാപാത്രം പരിചയപ്പെടുന്നു. അങ്ങനെ അവർക്ക് തോന്നി ഇയാൾ കൊള്ളാമല്ലോ, അവർക്ക് കുട്ടിക്കെതിരെയുള്ള പ്രതികാരം തീർക്കുവാനായിട്ട് ഇയാൾ മതിയല്ലോ എന്ന് വിചാരിക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അയാളും ഗുണ്ടകളും വന്ന്, രംഗനും ഗുണ്ടകളും വന്ന് കുട്ടിയെയും കൂട്ടുകാരെയും കണക്കിന് പരിപാലിക്കുന്നു, അല്ലെങ്കിൽ കണക്കിന് കൊടുക്കുന്നു അവർക്ക്. അങ്ങനെ ഇവർ നല്ല ചങ്ങാത്തത്തിലാവുകയും പരീക്ഷ എഴുതുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി, കുട്ടികൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ മറന്നുപോയി ഗാങ്സ്റ്റേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ അലഞ്ഞു തിരിയുകയാണ് ചെയ്യുന്നത്. ഈ ഗംഗ എന്ന ഈ ഗുണ്ടാ നേതാവിന് മറ്റൊരു നേതാവുണ്ടായിരുന്നു, മൻസൂർ അലി ഖാൻ അവതരിപ്പിക്കുന്ന റെഡ്ഡിയുടെ ആ ഐഡൻറ്റിറ്റി പോലും ഇയാൾ മോഷ്ടിച്ചു. അങ്ങനെയാണ് ഇയാൾ വലിയ ഗുണ്ടാ നേതാവായിട്ട് ആള് കളിച്ച് നടക്കുന്നത് എന്നാണ് ഇയാൾ പറയുന്നത്. സിനിമ എന്ന് പറയുന്നത് ഒരു മാസിൻ്റെ കലയാണ്. ഒരു കൂട്ടം ആൾക്കാരെ രസിപ്പിക്കുവാനും ആഹ്ലാദിപ്പിക്കുവാനും ആവേശം കൊള്ളിക്കുവാനും ദേഷ്യം പിടിപ്പിക്കുവാനുമൊക്കെ ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ഈ കലയ്ക്ക് സാധിക്കും. അതറിഞ്ഞ് വേണം പ്രയോഗിക്കാൻ. ഈ ആവേശം എന്ന് പറയുന്ന ഈ സിനിമയുടെ സംവിധായകന്, തിരക്കഥാകൃത്തിന് അങ്ങനെ ഒരു ഉൾവിളി ഇല്ല എന്ന് തന്നെയാണ് പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഉൾവിളി ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിൽ നിന്നും ഒരു ജീവിതം എടുത്ത് കാണിക്കാനായിട്ട്, എടുത്ത് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ജിത്തു മാധവന് സാധിക്കുമായിരുന്നു. തിരക്കഥയും എഴുതിയിരിക്കുന്നത് ജിത്തു മാധവൻ തന്നെയാണ്. ഈ കോമാളി കളികൾ ഒക്കെ ജനം സ്വീകരിച്ചു കൊള്ളും എന്ന മിഥ്യാധാരണയോടുകൂടിയാണ് ജിത്തു മാധവൻ നമുക്ക് മുന്നിൽ ഈ ആവേശം എന്ന ഈ സിനിമ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്. ആവേശം നമുക്കറിയാം, രോമാഞ്ചം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ജിത്തു മാധവനാണ്. രോമാഞ്ചം എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സൂപ്പർ ഹിറ്റായി മാറുകയും സാമ്പത്തികമായിട്ട് ഒരുപാട് ലാഭം കൊയ്യുകയും ഒക്കെ ചെയ്ത ഒരു സിനിമയാണ്.
അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ജിത്തു മാധവനെ, ഫഹദ് ഫാസിൽ തന്നെയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, നസ്രിയ നസീമും അൻവർ റഷീദും ചേർന്ന് ഫഹദ് ഫാസിലും ഒക്കെ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തോന്നലിൽ ആ ഒരു സിനിമ ഹിറ്റായി, എന്തുകൊണ്ടാണ് ആ സിനിമ ഹിറ്റായത് എന്നൊന്നും ആലോചിക്കാതെ ആ ടീമിനെ തന്നെ, അല്ലെങ്കിൽ ആ സംവിധായകനെ, ആ തിരക്കഥാകൃത്തിനെ, ആ ക്യാമറമാനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സിനിമ നിർമ്മിക്കുകയാണ് ഇവർ ചെയ്തത്. ഇവിടെ നരസിംഹം എന്ന് പറയുന്ന സിനിമ, മോഹൻലാലിൻ്റെ നരസിംഹം സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ ഒരു സിനിമയാണ്. പക്ഷേ എന്താണ് നരസിംഹം എന്ന് പറയുന്ന സിനിമ നമുക്ക് തരുന്ന ആ ഒരു ആസ്വാദനം? എന്താണ് ആ സിനിമയ്ക്കകത്തുള്ളത്? പക്ഷേ ആ സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി ഓടി. അതുപോലെ രോമാഞ്ചവും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി ഓടി. അങ്ങനെ ഓടിക്കഴിയുമ്പോൾ പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാവും, സംവിധായകനും തിരക്കഥാകൃത്തിനും ക്യാമറമാനും ഒക്കെ കൂടുതൽ പണം കിട്ടുമായിരിക്കും. പക്ഷേ ആസ്വാദകൻ എന്താണ് കിട്ടുന്നത് എന്നുള്ള ചോദ്യമാണ് ആസ്വാദകൻ്റെ പക്ഷത്ത് നിന്ന് എനിക്ക് ചോദിക്കുവാനുള്ളത്. ഇങ്ങനെ ഈ റെഡ്ഡിയുടെ ഐഡൻറ്റിറ്റി മോഷ്ടിച്ചു എന്നുള്ള ഒരു ത്രെഡ് മാത്രമാണ് അതിനകത്ത് ഉള്ള ഒരേ ഒരു ത്രെഡ്. അതിനെ വികസിപ്പിച്ചു കൊണ്ടുവരാതെ കുറേ കുട്ടികളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന്, കുട്ടികളുടെ ഇടയിലേക്ക് വന്നു എന്ന് കരുതി ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഇയാൾ അനുഭവിക്കുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസ് നമുക്കറിയാം. ഫഹദ് ഫാസിൽ മികച്ച ഒരു നടനായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ വന്നു നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അടിയുണ്ടാക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് കാര്യമില്ല. കൃത്യമായ ഇടവേളകളിൽ അയാൾക്ക് കൊടുക്കേണ്ട ക്ലോസപ്പുകൾ കൊടുക്കണം. അയാളെ ഒരു കഥാപാത്രമാക്കി വളർത്താൻ ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പെരുമാറാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. അതൊന്നും ഈ സിനിമയിൽ സംഭവിക്കുന്നില്ല. ഫോട്ടോഗ്രാഫിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പല സിനിമകളെക്കുറിച്ചും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈ സിനിമയിലെ ചലച്ചിത്ര ഛായാഗ്രഹണത്തെക്കുറിച്ച് പറയുവാനുള്ളത്. എന്താണ് ഈ കാണിക്കുന്നത്? കാഴ്ച വേണ്ടേ? കാഴ്ച നമ്മുടെ കാഴ്ചയ്ക്ക് കുളിർമ നൽകുന്ന, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് കാണാൻ കൊള്ളാവുന്ന കാര്യങ്ങൾ നൽകണ്ടേ? എപ്പോഴും ഇരുട്ടത്തിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് സിനിമ ആസ്വാദ്യകരമാവുക? ഇതൊന്നും മനസ്സിലാക്കാതെ, ഇതൊന്നും അറിയാതെ, ഇതൊന്നും ഇല്ലാതെ വെറുതെ വന്ന് കുറേ ആളുകൾ വന്ന് സിനിമ എടുക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ ഇവിടെ റിയലായി ഒറിജിനാലിറ്റി ഉള്ള ആളുകളുടെ അവസരങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത്. ഇവിടെ പുതിയൊരു പ്രൊഡ്യൂസറെ ചെന്ന് കാണുവാനായിട്ട് ഒരു സംവിധായകൻ ഉദ്യമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ സംവിധായകനോട് ഈ പ്രൊഡ്യൂസർ പറയുന്നത് രോമാഞ്ചം പോലെ ഒരു സിനിമ വീണ്ടും സൃഷ്ടിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. സല്ലാപം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഈ സല്ലാപത്തിൻ്റെ പ്രൊഡ്യൂസറെ ചെന്ന് കണ്ട ഒരു സംവിധായകനോട് സല്ലാപത്തിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞത്രേ, വീണ്ടും അതുപോലെ തന്നെ ഉള്ള ഒരു സിനിമ, സല്ലാപത്തിൻ്റെ പ്രൊഡ്യൂസറല്ല പറഞ്ഞത്, വേറൊരു പ്രൊഡ്യൂസറാണ് പറഞ്ഞത്, സല്ലാപം പോലെ ഒരു സിനിമ. എങ്ങനെയാണ് സല്ലാപം പോലെ ഒരു സിനിമ വീണ്ടും ഉണ്ടാക്കാനായിട്ട് സാധിക്കുക? അപ്പോൾ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാമത്തെ ഭാഗം എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫാസിൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ക്ലാസിക്കായി മാറിപ്പോയ ഒരു സിനിമ രണ്ടാമത് ചെയ്യാനായിട്ട് ഒക്കില്ല. അപ്പോൾ ഇവിടെ ഇത്തരം ആളുകൾ, സിനിമയിലേക്ക് വരുന്ന പുതിയ ആളുകളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്, അതിന് തടസ്സം നിൽക്കുകയാണ് ഇത്തരം സിനിമകൾ ഇറക്കി വിജയം കൊയ്യാൻ എന്നൊക്കെ ഉദ്ദേശിക്കും. തല്ലുമാല എന്ന് പറയുന്ന ഒരു സിനിമ വന്നു. എന്താണ് ആ സിനിമയിൽ സംഭവിച്ചത്? സിനിമയ്ക്ക് ഇഷ്ടം പോലെ ആൾ കയറി ആ സിനിമ കോടികളൊക്കെ സമ്പാദിച്ചു കാണും. പക്ഷെ പ്രേക്ഷകൻ എന്താണ് കിട്ടിയത്? പ്രേക്ഷകൻ ഒരു ആസ്വാദനം കിട്ടിയില്ല. ആദ്യം മുതൽ അവസാനം വരെ തല്ല് കാണിച്ചാൽ രസമുണ്ടാവുന്ന ആരാണ് പറഞ്ഞത് ഇവരോടൊക്കെ? ഒരു സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ കൂവലാണെന്ന് വയ്ക്കാം. എവിടെയാണ് രസം? അത് ആരോഹണ അവരോഹണ ക്രമത്തിൽ പോകണം. സംഗീതം പോലെ തന്നെ ആരോഹണ അവരോഹണ ക്രമത്തിൽ ഈ സിനിമയായാലും ഏത് കലയായാലും പോയാൽ മാത്രമാണ് അത് ആസ്വാദകർക്ക് ആസ്വാദനം നൽകുകയുള്ളൂ. ഈ സിനിമയിൽ ഏതായാലും അങ്ങനെ ഒരു ആസ്വാദനം പ്രതീക്ഷിച്ചുകൊണ്ട് ആരും സിനിമയ്ക്ക് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരം കാര്യങ്ങളാണ് ഈ സിനിമയെപ്പറ്റി ഇവിടെ പറയുവാനുള്ളത്.